ശ്രീ പി സി വിഷ്ണുനാഥ് 10 മിനിറ്റ്. സർ, ഈ ധനാഭ്യർത്ഥനകളെ എതിർക്കുകയാണ്. സർ, പൽവാൽ ദേവന്റെ പട്ടാഭിഷേക സമയത്ത് ജനങ്ങളുടെ ആരവം മുഴങ്ങിയത് ബാഹുബലിക്ക് വേണ്ടിയിട്ടായിരുന്നു. നിങ്ങൾ എന്തെല്ലാം ന്യായവാദങ്ങൾ നിരത്തിയാലും വിഴിഞ്ഞം യാഥാർത്ഥ്യമാകുമ്പോൾ മലയാളിയുടെ മനസ്സിൽ പതിയാൻ പോകുന്ന ഒരേ ഒരു പേര് ഉമ്മൻചാണ്ടിയുടേത് മാത്രമായിരിക്കും. മറയ്ക്കാൻ ശ്രമിച്ചാൽ കൂടുതൽ അപമാനിക്കപ്പെടും എന്ന ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നു. സാർ, ലഹരിയെ സംബന്ധിച്ച് ഒരുപാട് ചർച്ചകൾ ഈ സഭയിൽ തന്നെ നടക്കുന്നുണ്ട്. സാർ, കൃഷി വകുപ്പ് കുട്ടികളെ കൂടുതൽ നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങളിലേക്ക് കൊണ്ടുപോവുക. ഇന്നലെ ഇവിടെ ചർച്ചയുണ്ടായി. ശ്രീ രാഹുൽ മാങ്കൂട്ടം ഒരു ചോദ്യം ചോദിച്ചു. കുട്ടികളോട് നമ്മൾ അത് ചെയ്യരുതെന്ന് പറയുന്നതിന് പകരം കുട്ടികൾക്ക് എന്തെങ്കിലും നിർമ്മാണാത്മകമായ പ്രവർത്തനങ്ങൾ ചെയ്യാൻ കൊടുക്കുക. ബഹുമാനപ്പെട്ട കൃഷിമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം അദ്ദേഹത്തിൻ്റെ പിന്തുണയിൽ എൻ്റെ മണ്ഡലത്തിൽ കുട്ടി കൃഷി പദ്ധതി ആരംഭിച്ചു. വലിയ വിജയമാണ്. കുട്ടികൾ വലിയ താല്പര്യത്തോടു കൂടിയാണ് അവർ ആ കൃഷിയിൽ പങ്കെടുക്കുന്നത്. അത് കൂടുതൽ സജീവമാക്കാൻ അടുത്ത അധ്യയന വർഷം വകുപ്പിൻ്റെ പിന്തുണയുണ്ടാകും എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാർ, എൻ്റെ നിയോജകമണ്ഡലമായ കുണ്ടറ ഒരു കാലത്ത് ആലുവ പോലെ വ്യവസായ പ്രാധാന്യമുള്ള നാടായിരുന്നു. 1937 കുണ്ടറ സെറാമിക്സ് ചിത്തിരതിരുനാൾ മഹാരാജാവ് സ്ഥാപിച്ചത്. കേരളം രൂപീകൃതമാകുന്നതിന് മുമ്പാണ് കുണ്ടറ അലിൻഡ് സ്ഥാപിച്ചത്. സ്വാതന്ത്ര്യത്തിന് മുമ്പാണ് ട്രാവൻകൂർ കെമിക്കൽസ് കുണ്ടറയിൽ ആരംഭിച്ചത്. മറ്റൊരു അഭിമാന സ്ഥാപനമാണ് കെല്ല്. സാർ, ഈ സ്ഥാപനങ്ങളുടെ എല്ലാം ആ പഴയകാല പ്രതാപത്തെ വീണ്ടെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിൻ്റെ വികസന സാധ്യതകളെ പൂർണ്ണമായും പ്രയോജനപ്പെടുത്താനുള്ള നടപടികൾ വ്യവസായ വകുപ്പിൽ നിന്നുണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, നിലവിൽ ഒരുപാട് സ്ഥലം ഈ സ്ഥാപനങ്ങളോടൊപ്പം ചേർന്ന് ലഭ്യമായിട്ടുണ്ട്. യോഗ്യമായ സ്ഥലം ഉപയോഗിക്കാതെ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ കുണ്ടറ ടെക്നോ പാർക്ക്, അലിൻഡ്, സെറാമിക്സ്, കെല്ല് ഇവയെല്ലാം കൂടി സംയോജിപ്പിച്ച ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് കുണ്ടറയിൽ ആരംഭിക്കണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. സാർ, വ്യവസായ വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നഷ്ടത്തിലാകുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയാണ്. സാർ, ബഹുമാനായ ഒടുവിൽ പ്രസംഗിച്ച ശ്രീ കെ ബാബു നെന്മാറ പറഞ്ഞതല്ല. നിയമസഭയിൽ ഞങ്ങൾക്ക് മന്ത്രി തന്നെ നൽകിയ ഉത്തരത്തിൻ്റെ അടിസ്ഥാനത്തിൽ 21-22 26 പൊതുമേഖലാ സ്ഥാപനങ്ങൾ നഷ്ടത്തിലായിരുന്നു. 22-23 30 സ്ഥാപനങ്ങൾ നഷ്ടത്തിലായപ്പോൾ 23-24 അത് 33 ഉയർന്നു. സാർ, അപ്പോൾ വ്യവസായ വകുപ്പിൻ്റെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ഓരോ വർഷം കൂടുമ്പോൾ നഷ്ടത്തിലേക്ക് പോവുകയാണ്. അതാണ് നമുക്ക് ലഭിക്കുന്ന ഉത്തരം. സാർ, 3.5 ലക്ഷം സംരംഭങ്ങൾ ആരംഭിച്ചു എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അതിൻ്റെ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നില്ല? നമ്മുടെ ജോബ് മൈക്കിൾ നിയമസഭയിൽ ഇതേ ചോദ്യം ചോദിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് നമ്മൾ കൊടുത്ത മറുപടി, വകുപ്പ് കൊടുത്ത മറുപടി, അത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ലഭ്യമാണ് എന്നാണ്. സാർ, ഇത് രാജ്യസുരക്ഷയെ ബാധിക്കുന്ന ഏതെങ്കിലും സ്ഥാപനങ്ങളാണോ ഇവിടെ ആരംഭിച്ചേക്കുന്നത്? ഈ ലിസ്റ്റ് എന്താണ് സാർ? ഒരു MLA നിയമസഭയിൽ ചോദിച്ചാൽ കൊടുത്താൽ ഈ 3.5 ലക്ഷം സംരംഭങ്ങളുടെ പേര് പോലും കൊടുത്തൂടെ? സാർ, ഈ സംരംഭകത്വ വികസനം, സംരംഭക വർഷം, അവാർഡ്, ഇതൊക്കെ ഈ സഭയിലും പുറത്തും അങ്ങും ഒക്കെ ഒരുപാട് ചർച്ച ചെയ്യുന്നുണ്ട്. സാർ, ഈ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന 3 ബജറ്റ് ശീർഷകങ്ങളിലെ കഴിഞ്ഞ സാമ്പത്തിക വർഷങ്ങളിലെ കണക്ക് ആ സർക്കാർ തന്നെ ഡോക്യുമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. സാർ, അത് പ്രകാരമുള്ളത് ഞാൻ സഭയുടെയും അങ്ങയുടെയും ശ്രദ്ധയിൽ കൊണ്ടുവരാം. അങ്ങേക്കറിയാവുന്നതാണ്, ഞാൻ സഭയുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാം. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങൾക്കുള്ള പ്രത്യേക പാക്കേജ്, അതെന്ന് വെച്ചാൽ ഈ MSMEകളെ ചെറുകിട സംരംഭങ്ങളായും ചെറുകിട സംരംഭങ്ങളെ ഇടത്തരം സംരംഭങ്ങളായി ഉയർത്തി കൊണ്ടുവരിക, ഒരു കുടുംബം ഒരു സംരംഭം പദ്ധതി, ക്യാമ്പസ് പാർക്ക്, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ്. ഇതിൽ 22-23 പിന്നെ വകയിരുത്തിയത് 45.6 കോടി, ചെലവഴിച്ചത് 0. 23-24 വകയിരുത്തത് 21.5 കോടി, ചെലവഴിച്ചത് 2.56 കോടി. 24-25 വകയിരുത്തിയത് 1000 രൂപ, ചെലവഴിച്ചത് 0. ഇത് ഞാനുണ്ടാക്കി പറയുന്നതല്ല സാർ, ഗവൺമെൻറ്റിൻ്റെ ഡോക്യുമെൻറ്റിൽ നിന്ന് തന്നെ, പുസ്തകത്തിൽ നിന്ന് തന്നെ പറയുന്നതാണ്. സാർ, അതുപോലെ തന്നെയാണ് തകർച്ച നേരിടുന്ന സൂക്ഷ്മ ചെറുകിട വ്യവസായങ്ങളുടെ പുനരുദ്ധാരണം 2851 102-33 ബജറ്റ് ശീർഷകം. 21-22 വകയിരുത്തിയത് 9 കോടി, ചെലവഴിച്ചത് 2 കോടി. അതുപോലെ തന്നെ 22-23 വകയിരുത്തിയത് 5 കോടി, ചെലവഴിച്ചത് 1 കോടി, 1.56 കോടി. 23-24 വകയിരുത്തിയത് 1.5 കോടി, ചെലവഴിച്ചത് 0. 24-25 വകയിരുത്തിയത് 1.5 കോടി, ചെലവഴിച്ചത് 16 ലക്ഷം. സാർ, ഈ വല്ലാതെ സർക്കാർ ഈ സംരംഭങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി കഠിനാധ്വാനം നടത്തുകയാണെന്ന് പറയുമ്പോൾ ഈ കണക്കുകൾ അതുമായിട്ട് അങ്ങോട്ട് ചേരുന്നില്ലല്ലോ സാർ. അത് സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. സാർ, അതുപോലെ തന്നെ ഇവിടെ സ്റ്റാർട്ടപ്പുമായി ബന്ധപ്പെട്ട് ചർച്ചകളുണ്ടായി.
സാറ് ഞാൻ വീണ്ടും പറയുന്നു, ഇന്ത്യയിൽ ആദ്യമായി ഒരു സ്റ്റാർട്ടപ്പ് പോളിസി ഒരു സ്റ്റേറ്റ് അനൗൺസ് ചെയ്യുന്നത് 2014 സെപ്റ്റംബർ 14 ശ്രീ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ്റാണ്, ശ്രീ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ആ ഗവൺമെൻറ്റാണ് സാർ. 2016 നാഷണൽ സ്റ്റാർട്ടപ്പ് പോളിസി വരുന്നത്. ഒരു ദേശീയ സ്റ്റാർട്ടപ്പ് പോളിസി വരുന്നതിന് മുമ്പ് ഒരു സംസ്ഥാനം സ്റ്റാർട്ടപ്പ് പോളിസി ഡിക്ലെയർ ചെയ്ത സ്റ്റേറ്റ് ആണ്. നിങ്ങൾ ചില ആളുകൾ പറയുന്ന പോലെ 2014 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നത് പോലെ 2016 കേരളം ഉണ്ടായെന്ന് വരരുത്. അതിന് മുമ്പ് ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നു, അച്യുതാനന്ദൻ ഉണ്ടായിരുന്നു, നയനാർ ഉണ്ടായിരുന്നു, കരുണാകരൻ ഉണ്ടായിരുന്നു, അച്യുതമേനോൻ ഉണ്ടായിരുന്നു, EMS ഉണ്ടായിരുന്നു, AK ആന്റണി ഉണ്ടായിരുന്നു. ഇതെല്ലാം ഒന്ന് പറയണം സാർ. ഇതൊക്കെ വികസനം എന്ന് പറഞ്ഞൊരു തുടർച്ചയാണ്. ആ ഒരു ജനാധിപത്യ മര്യാദ എവിടെയോ നഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ സാർ. 2003 ഇന്ത്യയിൽ ആദ്യമായിട്ട് വൈബ്രന്റ് ഗുജറാത്തൊക്കെ മോദി പറഞ്ഞിറങ്ങുന്നതിന് മുമ്പ് ഗ്ലോബൽ ഇൻവെസ്റ്റേഴ്സ് മീറ്റ് ജിമ്മിന് നേതൃത്വം കൊടുത്ത ഒരു വ്യവസായ മന്ത്രി ഇപ്പോഴും ഈ സഭയിലുണ്ടാ സാർ. അദ്ദേഹത്തിന്റെ പേര് ശ്രീ കുഞ്ഞാലിക്കുട്ടി എന്നാണ് സാർ. AK ആന്റണിയുടെ മന്ത്രിസഭയിൽ 2013 അന്ന് മൻമോഹൻ സിംഗ് ആണ് വന്നത്. ഇപ്പോൾ പീയൂഷ് ഗോയൽ ഇവിടെ വന്നിട്ട് താമര വിരിവെന്നൊക്കെ പ്രസംഗിച്ചിട്ട് പോയതോ അല്ലല്ല, പ്രധാനമന്ത്രി മൻമോഹൻ സിംഗ് ആണ് ഇവിടെ വന്ന് ആ എമർജിംഗ് കേരള അന്ന് ഉദ്ഘാടനം ചെയ്തത്. സാർ, ഈ ഗ്ലോബൽ സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം റിപ്പോർട്ട്, അതുമായി ബന്ധപ്പെട്ട് സ്റ്റാർട്ടപ്പ് ജിനോം എന്ന സ്ഥാപനത്തിന് സർക്കാർ ആ റിപ്പോർട്ട് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് 48,000 കോടി US$ നൽകി എന്ന് സംബന്ധിച്ച വിവരവും ഇപ്പോൾ പുറത്തു വരികയാണ് സാർ. അത് സംബന്ധിച്ച് ഗവൺമെന്റ് വിശദീകരിക്കും എന്ന് ഞാൻ കരുതുകയാണ് സാർ. സാർ, ഇവിടെ 48,000 US$ അല്ലേ, കോടിയല്ല, 48,000 US$. സോറി, തിരുത്തിയതിന് നന്ദി സാർ. ഇവിടെ പരമ്പരാഗത വ്യവസായങ്ങളൊക്കെ പ്രതിസന്ധിയിലാണ്. ശ്രീ ബഹുമാനായ കെ ബാബു നെന്മാറ, അദ്ദേഹത്തോട് ഞാൻ പറയാണ്, എൻ്റെ മണ്ഡലത്തിൽ നിയമസഭാ ഉത്തരവാണ് 2015 സ്വകാര്യ മേഖലയിൽ 116 കശുവണ്ടി ഫാക്ടറി ഉണ്ടായിരുന്നു സാർ കുണ്ടറയിൽ. ഇപ്പോൾ P. രാജീവ് നൽകിയ ഉത്തരവാണ്, ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ 46 ഫാക്ടറി പ്രവർത്തിക്കുന്നുള്ളൂ സാർ. സാർ, അപ്പോൾ പരമ്പരാഗത വ്യവസായ മേഖല വികസിച്ചോ? 116 നിന്ന് 46 പോകുന്നതിന് വികസനം എന്നാണോ പറയുന്നത് സാർ? അതുകൊണ്ട് കശുവണ്ടി, കയറ്, കൈത്തറി, ഖാദി, ലക്ഷക്കണക്കിന് മനുഷ്യർ, സാധാരണക്കാർ ജോലി ചെയ്യുന്ന പരമ്പരാഗത വ്യവസായങ്ങളെല്ലാം പ്രതിസന്ധിയിലും അവർ പട്ടിണിയിലുമാണ് സാർ. എന്നിട്ട് നമ്മളിവിടെ നിന്ന് വാഴ്ത്തുപാട്ട് പാടുന്നതാണോ നിങ്ങൾ പറയുന്നത്? നമ്മളെ ജോലിയല്ല അത്. പ്രതിപക്ഷത്തിന് ജനം നൽകിയിരിക്കുന്ന ഉത്തരവാദിത്വം തിരുത്താനാണ്, കറക്റ്റ് ചെയ്യാനാണ്, ശരിയാക്കാനാണ്. ആ ജോലി ഞങ്ങൾ ചെയ്യണ്ടേ? അപ്പൊ അത് ചെയ്യുന്നവരോട് ഇപ്പൊ ഞാനൊരു കാര്യം പറയാം സാർ. ഇപ്പൊ ആശാ വർക്കർമാരുടെ സമരം വന്നു. ഞങ്ങൾ അവരെ സമരത്തെക്കുറിച്ച് എന്തെങ്കിലും പറയുമ്പോഴത്തേക്ക് ഞങ്ങൾ സാമ്രാജ്യത്വ പക്ഷപാതികളായി എന്തൊക്കെയോ പറയുകയാണ് സാർ. K. സച്ചിദാനന്ദൻ, ഇന്ത്യ അറിയപ്പെടുന്ന എഴുത്തുകാരൻ, നിങ്ങളുടെ കേരള സാഹിത്യ അക്കാദമിയുടെ പ്രസിഡന്റ്, അദ്ദേഹം തന്നെ എഴുതിയിട്ടുണ്ട് സാർ. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഈ ആശാ വർക്കേഴ്സിന്റെ സമരം 100% നീതിയാണ്, ന്യായമാണ് എന്നാണ് നമ്മുടെ പ്രിയങ്കരനായ മലയാളത്തിന്റെ എഴുത്തുകാരൻ സച്ചിദാനന്ദൻ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വായിക്കാം. ആശാ വർക്കർമാരുടെ സേവനം തുടങ്ങിയത് ഒരുതരം അസിസ്റ്റന്റ് പോലെയായിരുന്നു. പിന്നീട് അവർക്ക് ഒരുപാട് ചുമതലകൾ, ജോലികൾ കിട്ടിയിട്ടുണ്ട്. അതിനനുസരിച്ച് വേതന വർധന ആവശ്യപ്പെടുന്നത് വെറും നീതിയാണ്. അതാര് ചോദിച്ചാലും, SUC ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ആര് ചോദിച്ചാലും അതിനൊരു നീതിയുണ്ട്. അവരെ കേൾക്കുക, അവരെ സഹായിക്കുക, ചുരുങ്ങിയത് അവരെ തെറി പറയാതിരിക്കുക, സ്ത്രീകളായതുകൊണ്ട് മാത്രം അവരെ ചീത്ത പറയുക. ഇത്തരം വൃത്തികെട്ട ഭാഷ ഉപയോഗിക്കുന്ന ആളുകൾ, വൃത്തികെട്ട മനുഷ്യർ ഉള്ളിടത്തോളം കാലം നമുക്ക് കമ്മ്യൂണിസം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ, വർഗസമരം ഉണ്ടാകില്ല സച്ചിദാനന്ദൻ. അതുകൊണ്ട് ചുരുങ്ങിയത് മര്യാദയ്ക്ക് സംസാരിക്കുക, ഒത്തുതീർപ്പിന് ശ്രമിക്കുക. സാർ, ആ പാവപ്പെട്ട ആശാ വർക്കേഴ്സിനെ പാട്ടപെറുക്കികൾ, കൃമികീടങ്ങൾ എന്നൊക്കെ വിളിച്ചിട്ട് അങ്ങോട്ട് മാറി നിന്നിട്ട് മനുഷ്യനാകണം ഉയർച്ചതാഴ്ചകൾക്ക് അതീതമായ സ്നേഹമേ നിനക്കു നിങ്ങൾ എന്ത് പേരിട്ടോ. പക്ഷേ ആ പാവങ്ങളെ തെറി വിളിക്കാതിരിക്കുക സാർ. ആ പാവങ്ങളെ തെറി വിളിക്കാതിരിക്കുക, അവരെ അധിക്ഷേപിക്കാതിരിക്കുക. ഒരു വശത്ത് കൂലി ചോദിച്ച് സമരം ചെയ്യുന്നവരെ അധിക്ഷേപിക്കുക, മറുവശത്ത് മാറി നിന്നിട്ട് മനുഷ്യനാകണമെന്ന് പാട്ടുപാടുക. സാർ, ഈ പരമ്പരാഗത വ്യവസായ മേഖലയെ തകർക്കുന്ന കശുവണ്ടി തൊഴിലാളികളെ, കയർ തൊഴിലാളികളെ, ഖാദി തൊഴിലാളികളെ, സാധാരണക്കാരനെ സംരക്ഷിക്കാൻ യാതൊരു നടപടിയും സ്വീകരിക്കാത്ത പാവപ്പെട്ടവന്റെ വീടുകളിലേക്ക് ജപ്തിക്ക് വേണ്ടിയിട്ട് ബാങ്കുകൾ കടന്നു പോകുമ്പോൾ നിസ്സഹായമായി നിൽക്കുന്ന ഒരു സഹകരണ വകുപ്പടക്കം ആ വകുപ്പുകളുടെ എല്ലാം ധനാഭ്യർത്ഥനകളെ അതിശക്തമായി എതിർക്കുകയാണ് സാർ.